സ്നാനത്തെ സംബന്ധിച്ച് ഒരു ചെറിയ സന്ദേശം മനോജ് സവർണാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പം മുന്നോട്ട് കടന്നു വരിക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ നിയമത്തിൻ്റെ ആരംഭ പുസ്തകമായിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ പ്രമാണിപ്പാൻ തങ്ങളോട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ചെയ്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് നമ്മളോട് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് നമ്മളോട് വായിച്ച് കേട്ടത്. ഇവിടെ കർത്താവ് തൻ്റെ ഒലിവുമലയിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ തൻ്റെ ചുറ്റുമുള്ള തൻ്റെ ശിഷ്യന്മാരോട് അവസാനമായി പറഞ്ഞിരിക്കുന്ന ഒരു മഹാനിയോഗമാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ വചനം പ്രസംഗിക്കണം. നിങ്ങൾ പോയി വചനം പ്രസംഗിക്കണം. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനപ്പെടുത്തണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതും അവിടെ നമ്മൾ വായിച്ചു കേട്ടു. അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം അവരെ ശിഷ്യന്മാരായി തീരുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുവാനുള്ള പ്രമാണം എന്ന് പറയുന്നത് അത് പ്രസംഗം കേൾക്കുക, അത് മാത്രമല്ല സ്നാനപ്പെടുക. സ്നാനത്തോടുള്ള ബന്ധത്തിലാണ് നാം ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. ചില 3 കാര്യങ്ങൾ മാത്രം സ്നാനത്തെക്കുറിച്ച് നിങ്ങളുടെ മുമ്പാകെ എന്ന് പറഞ്ഞ് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാൻ നോക്കാൻ താല്പര്യപ്പെടുന്നു. സ്നാനം എന്തിനു വേണ്ടി എന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. നാം എന്തുകൊണ്ട് സ്നാനപ്പെടണം? ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് പലവിധമായിരിക്കുന്ന ചിന്തകളും അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഒരുപക്ഷെ ഉണ്ടാകാം. എന്നാൽ സ്നാനം എന്തിനു വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ തിരുവചനം അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് യേശുവിനോട് ചേരുവാൻ. റോമലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്കറിയാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് ഒരുവൻ സ്നാനപ്പെടുന്നത് എന്നുള്ളത് ദൈവവചനം വ്യക്തമായി രേഖപ്പെടുത്തുന്നു. കേവലമായ ഒരു സഭയോട് ചേരുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതായിരിക്കുന്ന അനുഷ്ഠാനമല്ല. അതിനപ്പുറമായ നമ്മുടെ രക്ഷകനായിരിക്കുന്ന ലോകരക്ഷകനായിരിക്കുന്ന നമ്മളെ വീണ്ടെടുക്കാനായിരിക്കുന്ന കർത്താവിനോട് ചേരുവാനുള്ള ഒരു പ്രവൃത്തിയാണ് സ്നാനം എന്നുള്ളത് ഇവിടെ ഓർക്കുവാൻ നോക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ധരിക്കുവാൻ വേണ്ടിയാണ്. ക്രിസ്തുവിനോട് ചേരുവാനും അതുപോലെ ക്രിസ്തുവിനെ ധരിക്കുവാൻ വേണ്ടി ഒരുവൻ സ്നാനപ്പെടേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുവാനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്ക് സ്നാനപ്പെടേണ്ടത് ആവശ്യമാണ്. 4-ാമത്തെ കാര്യം നമ്മൾ ഇവിടെ വായിച്ച വാക്യത്തിലുണ്ട്: ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീരുവാൻ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീരുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്ന വിശ്വാസത്താൽ അവൻ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ കർത്താവ് നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന അതിൻ്റെ കൽപ്പനകൾ ആചരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ് സ്നാനം എന്നുള്ളതാണ്. എന്താണ് സ്നാനം എന്നുള്ളതും തിരുവചനത്തിലൂടെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ഈ വെള്ളത്തിൽ മുക്കി, നമുക്കറിയാം, ഒരു വെള്ളത്തിൽ മുക്കി ഒരുവനെ ആ പൊക്കുന്ന ആ ഒരു ശുശ്രൂഷയിലൂടെ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഒത്തിരി ആത്മീയ അർത്ഥമുണ്ട്. നമ്മുടെ മാനുഷികമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടോ മാനുഷികമായി ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം നമുക്കത് ലഭിക്കില്ല. മറിച്ച് അതിന്റെ പിന്നിൽ അനേകമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്ന ആത്മീയ മർമ്മങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ നോക്കാൻ സാധിക്കും. റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. ഞാനത് വായിക്കാം. റോമലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ: അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുരിശിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്താൽ നടക്കേണ്ടത് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചതായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ സ്നാനം എന്നുള്ളത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്ന കാര്യം ഇവിടെ 2 കാര്യങ്ങൾ അവിടെ ഓർപ്പിക്കുകയാണ്. നമ്മളുടെ വായിച്ചുകൊണ്ട് ഇവിടെ 2 കാര്യങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ
ആ ദൈവത്വങ്ങളോട് അടുപ്പിക്കുന്ന, ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നതായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. സ്നാനപ്പെടുന്നത് മുഖാന്തരം അവന് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുക. ഒന്ന്, ഒരു വ്യക്തിയെ വെള്ളത്തിലേക്ക് നാം മുക്കുമ്പോൾ അതിലൂടെ അർത്ഥമാക്കുന്ന ഒരു കാര്യം, അവൻ്റെ ഒരു വലിയ മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച്, തന്റെ ജഡത്തിൻ്റെതായിരിക്കുന്ന ചിന്തകൾക്കനുസരിച്ച് അവൻ ജീവിച്ചു പോകുന്നതായിരിക്കുന്ന ഒരു ജീവിത നിലവാരമുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു മദ്യപാനിയായി ലോകത്തിന്റെ വെറുപ്പുകൾക്ക് അനുസരിച്ച് ജീവിച്ച അവന്റെ പഴയ മനുഷ്യൻ. ആ പഴയ മനുഷ്യൻ വെള്ളത്തിൽ മുക്കുമ്പോൾ അവൻ അവിടെ മരിക്കുകയാണ്. ഇതൊരു ആത്മീയ അർത്ഥമാണ് അതിന്റെ പിന്നെ നൽകുന്നത്. അവൻ അവിടെ മരിച്ച് അവൻ അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി, അവന്റെ പഴയ മനുഷ്യനെ അവിടെ കുഴിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് അവൻ രൂപാന്തരപ്പെടുന്നു. അവൻ ക്രിസ്തുവിനോട് ചേരുവാൻ തൊക്കണം, ഉയർത്തുവരുന്നു. അതാണ് ഒന്നാമത് നൽകുന്ന ചിന്ത. രണ്ടാമത്തെ ചിന്ത അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് നാം ഏകീഭവിക്കുകയാണ്. കർത്താവ് കാവൽ കുരിശിൽ മരിച്ചു. കർത്താവ് കാവൽ കുരിശിൽ മരിച്ച് താൻ ഉയർത്തുന്നത് പോലെ കർത്താവിന്റെ മരണത്തോട് നാം ഏകീഭവിക്കുന്നു. ആക്ഷരീയമായ കർത്താവിന്റെ മരണത്തോട് ഏകീഭവിച്ച ഒരു വ്യക്തി മാത്രമേ ഭൂതലത്തിലുള്ളൂ. ഒരു വ്യക്തിക്ക് മാത്രമേ അവന്റെ മരണത്തോട് ആക്ഷരീയമായി പങ്കാളിയാകാൻ തക്കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. അത് ക്രൂശിലെ കള്ളനാണ്. ക്രൂശിലെ കള്ളനെ കർത്താവിനോട് കൂടെ മരിപ്പാൻ തക്കണം ഭാഗ്യം ലഭിച്ചു. അവിടെ നമ്മളോട് വായിക്കുന്നുണ്ട്, സകല മനുഷ്യരും കടന്നു പോകുന്നവരും കർത്താവിനെ നിന്ദിച്ചപ്പോൾ ആ ഒരു വ്യക്തി മാത്രം നാമോ ന്യായമായി അനുഭവിക്കുന്നു. ഇവനോ അരുതാക്കൊന്നും ചെയ്തിട്ടില്ല. ആ കർത്താവിന്റെ രാജ്യത്തെ, കർത്താവിന്റെ മഹിമയെ ഏറ്റെടുത്തുകൊണ്ട് അവനോട് ചേരുവാൻ തൊക്കണം, അവനോടൊപ്പം മരിക്കുവാൻ തൊക്കണം. മൃത്യുവിനെ നമ്മൾ ജയം യേശു കർത്താവ് നമ്മുടെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ സുരാജൻ സ്വീകരിക്കുവാൻ ദൈവം കൊടുത്ത വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിനെ സ്തുതിക്കുന്ന ദൈവമേ, കർത്താവെ അവരിന്ന് പരസ്യമായി കർത്താവിനെ സാക്ഷീകരിക്കുകയാണല്ലോ. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, പ്രിയ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. കഞ്ചുകത്തെ നമ്മൾ ധരിക്കും അന്ത്യനാളിൽ. ഉയർപ്പിൻ കഞ്ചുകത്തെ നമ്മൾ ധരിക്കും അന്ത്യനാളിൽ. യേശുവിൻ സ്നേഹമുള്ള നോയലിനെ ദൈവ കരങ്ങളിൽ വരമേൽപ്പിച്ചുകൊണ്ട് പ്രിയ മാത്യു സഹോദരൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവിന്റെ തിരുസന്നതിയിൽ നാവാൻ ഞങ്ങൾ ചില നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങൾക്ക് കർത്താവിന്റെ തിരുസന്നതിയിൽ കുളക്കടവിൽ എത്തിച്ചേരുവാൻ ഇടയാക്കി നന്ദിയോടെ സ്തോത്രം.
കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ നോയനായിട്ട് സ്തോത്രം, അവന്റെ മാതാപിതാക്കന്മാർക്കായിട്ട് സ്തോത്രം. കർത്താവെ അവന് ഇങ്ങനെയുള്ള അനുഗ്രഹീതമായ തീരുമാനമെടുക്കുവാൻ അനേക ചെറുപ്പക്കാർക്ക് ഇന്ന് അതിന് കഴിയാതിരിക്കുമ്പോഴാണ് പ്രിയ നോയന് ആ കൃപ അവിടുന്ന് നൽകി അവൻ ആ ബോധ്യം കൊടുത്തു. നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണം, അവൻ മുഖാന്തരം സഭ അനുഗ്രഹിക്കപ്പെടണം, ദേശം അനുഗ്രഹിക്കപ്പെടണം, സഹായിക്കണം, വേണ്ട എല്ലാ ദൈവകൃപയും നൽകണം. ജബിനുനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സർവ്വസ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ സ്വീകരിക്കുമാറാകണമേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നോയലിന്റെ പാപത്തിന്റെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്ന് നോയലിന്റെ സകല ശിക്ഷകളെ ഏറ്റെടുത്തുകൊണ്ട് യേശു നോയലിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് താമസമില്ല. തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ കർത്താവ് വീണ്ടും വരുമെന്ന് നോയൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിനെന്ന ദൈവത്തിന്റെ കൽപ്പന പ്രകാരവും പ്രിയ മകന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നോയലിനെ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക ജീവിതം പ്രാപിക്കും. അതുകൊണ്ട് ആർ.പി. ഷാജു ബ്രദർ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗപിതാവേ, ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവ് രക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ പ്രഭാതത്തിങ്കൽ ഞങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ അടുത്തു വരുവാനായിട്ട് ഒരു നല്ല സന്ദർഭം ഒരുക്കി തന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പ്രിയ ആൽബിനെ കർത്താവ് സഹായിച്ചു. അവന്റെ വളർച്ചയിൽ കർത്താവ് കൂടെയിരുന്നു. അവന്റെ ജീവിതത്തിൽ കർത്താവിനെ സംരക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് അവസരമൊരുക്കിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. അവനെ ആത്മീയമായിരിക്കുന്ന ആ പാഠത്തിലേക്ക് നയിച്ച സ്ഥലസഭയ്ക്കായിട്ട് പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവനെ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കാൻ കൊടുത്തിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ശുശ്രൂഷ നിർവഹിക്കുന്ന അങ്ങയുടെ ദാസനെ കർത്താവ് സഹായിക്കണമേ. അവൻ മരണപര്യന്തം വിശ്വസ്തനായിരുന്ന് ദേശത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ മഹത്വത്തിനും സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്കും അവൻ പ്രയോജനമുള്ളവനായിട്ട് തീരുവാൻ കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ അവനോട് പ്രാർത്ഥിക്കുന്നു. അവന്റെ യൗവനം നഷ്ടപ്പെടുത്താതെ കർത്താവിന് വേണ്ടി ഫലകരമായി നിൽപ്പാൻ അവനെ ഒരുക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ അവിടുന്ന് ആദരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാ മഹത്വവും അവിടത്തേക്ക് തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആൽബിന്റെ പാപത്തിന്റെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്ന് ആൽബിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റുന്നു. ഇന്നും തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ യേശു വീണ്ടും വരുമെന്ന് ആൽബിൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുമെന്ന ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പ്രിയ മകന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആൽബിനെ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക ജീവകിരീടം പ്രാപിക്കും. മെൽബിനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മാങ്ങോട് വന്ന പ്രിയ ഷിജോ ബ്രദർ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ നാമത്തിനായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒത്തുകൂടുവാൻ കർത്താവ് ഇങ്ങനെ മുഖാന്തരം ഒരുക്കിയതിനായി അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ പ്രിയ മെൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കാനുള്ള ഭാഗ്യം പ്രിയ മകന് നൽകിയതിനായി സ്തോത്രം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ള ആ സത്യത്തെ കർത്താവെ പ്രിയ മകന് മനസ്സിലാക്കുവാൻ കൊടുത്ത വിശ്വാസത്തിനായി ഭാഗ്യത്തിനായി അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൽപ്പനയാകിയാൽ സ്തോത്രം. ആ കൽപ്പന അനുസരിക്കുവാൻ പ്രിയ മകനെ കർത്താവ് ഈ സ്നാനജലത്തിലേക്ക് നയിച്ചതിനായി അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ സ്നാനജലത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ പ്രിയ മകനെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുവാൻ ദാസനെ ബലപ്പെടുത്തുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപ വ്യാപരിക്കണമേ, അവിടുത്തെ ആത്മാവിനാൽ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു മെൽവിന്റെ പാപത്തിന്റെ മോചനത്തിനായി ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് മെൽവിന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുക യേശു വീണ്ടും വരുമെന്ന് മെൽവിൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിനെന്ന ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പ്രിയ മകന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ പ്രിയ മെൽവിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക ജീവകിരീടം പ്രാപിക്കും. പ്രിയ ഫെബിനെ ദൈവ കരങ്ങളിൽ വരമേൽപ്പിച്ചുകൊണ്ട് കിണർമുക്കിൽ നിന്ന് വന്ന പ്രിയ തോമസ് ചായൻ പ്രാർത്ഥിക്കും.
സ്വർഗസ്നായ പിതാവേ, അനുഗ്രഹമുള്ള ഈ സമയത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഇതുപോലത്തെ അവസരം ഞങ്ങൾക്ക് കാഴ്ചവെക്കും. കുഞ്ഞുങ്ങളുടെ സ്ഥാനത്തിൽ ദൈവത്തോളം അനുഗ്രഹിച്ചവരുടെ കാഴ്ചവെക്കും. തിരയുകയാണ് ദേവാൻ ഇന്നോളം കാത്തു പരിപാലിച്ചു. അതിനാ സ്തുതിക്കുന്നു. പ്രിയ മാതാപിതാക്കൾ ഇന്ന് ദൈവകൃപയിൽ വളർത്തുവാൻ അവരെ സഹായിച്ചു. ദൈവമാൻ്റെ സ്ഥാനത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷമായി തീരാൻ ഇടയാക്കണം. ദൈവമാൻ സമയമായപ്പോൾ കർത്താവിൻ്റെ രക്ഷിതാകർത്താവ് സ്വീകരിച്ചു. അനുസരണം കർത്താവ് സാക്ഷീകരിക്കാൻ ഇരിക്കുകയാണ്. കർത്താവെ ദൈവമാൻ സാക്ഷീകരിച്ച ദൈവത്തിനും സഭയ്ക്കും മാതാപിതാക്കൾക്കും ഒരു അനുഗ്രഹമുള്ള മകനായി തീരുവാൻ ഇടയാക്കണം. അത് കർത്താവെ ഇഷ്ടത്തോളം സഹായിച്ചൊക്കെ കാഴ്ചവെക്കും. ഈ കേൾക്കുമ്പോൾ ഞങ്ങൾ അനുഗ്രഹമുള്ള മകനായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ ഞങ്ങളുടെ ജീവൻ സർവ്വാനുക്കും നമുക്ക് നാൽക്കാശ് തോന്നും. എല്ലാ സ്ത്രീയും സ്തോത്രം കാത്തിട്ടുണ്ട്. സ്വാമിയുടെ അപേക്ഷിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കെവിന്റെ പാപത്തിന്റെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്ന് കെവിന് വേണ്ടി കെവിൻ അനുഭവിക്കാൻ സകല ശിക്ഷകളെയും ഏറ്റെടുത്തുകൊണ്ട് യേശു കെവിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് താമസമില്ല. തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ യേശു വീണ്ടും വരുമെന്ന് കെവിൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിനെന്ന ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പ്രിയ മകന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ പ്രിയ കെവിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ജീവകിരീടം പ്രാപിക്കുക. വരുവിൻ യേശുവിൻ സ്നേഹമുള്ള സുഹൃരേ വരുവിൻ, കാണുവിൻ ദേവജാതൻ ജോർദാൻ നദീജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുമ്പോൾ, നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുമ്പോൾ. ഇതിനെ ദൈവകരങ്ങളിൽ വരമേൽപ്പിച്ചുകൊണ്ട് ജോജോ ബ്രദർ. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയനായിട്ട് സ്തോത്രം. സ്വർഗം ഉറ്റുനോക്കുന്ന സകല നീതിയുടെയും നിവൃത്തീകരണമായി ഈ ജലസ്നാനത്തിലേക്ക് പ്രിയമകനെ ആനയിക്കുവാൻ സ്വർഗം പ്രസാദിച്ചതുകൊണ്ട് സ്തോത്രം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിൽ നിന്ന് കർത്താവിനോടുള്ള ബന്ധത്തിലുള്ള അരുളപ്പാടുണ്ടായതുപോലെ അവിടുത്തെ കർത്താവെ കൽപ്പനകളെ ശിരസാൽ വഹിക്കുന്നവരും അവിടുത്തെ പ്രിയപുത്രന്മാരാക്കി തീർക്കുന്നു എന്നുള്ളതുകൊണ്ട് സ്തോത്രം. ഈ ശുശ്രൂഷയെ സ്വർഗം ആദരിക്കണം. പ്രിയ മകനെടുത്തിരിക്കുന്ന തീരുമാനം കർത്താവെ ജീവപര്യന്തം കർത്താവെ അതിനോട് അനുഭാവം പുലർത്തി വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ കർത്താവെ വിജയകരമായ ജീവിതത്തിൽ കുടുംബത്തിലും സഭയ്ക്കും അവൻ മാതൃകയായി തീരുവാൻ സ്വർഗം അവനെ ആദരിക്കണമേ. ഇതിലേക്ക് അവനെ അഭ്യസിപ്പിച്ച അവന്റെ കുടുംബത്തിനായി സഭയ്ക്കായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യബിന്റെ പാപത്തിന്റെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്ന് യബിന് വേണ്ടി യബിൻ അനുഭവിക്കേണ്ട സകല ശിക്ഷകളെയും ഏറ്റെടുത്ത് കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് ഇനി തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ യേശു വീണ്ടും വരുമെന്നും യബിൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിനെന്ന ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പ്രിയ മകന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇതിനെ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ജീവകിരീടം പ്രാപിക്കും. ഭൂമിയിൽ ജൂലിയയെ ഓർത്തുകൊണ്ട് പ്രിയ കോളിൻസ് ബ്രദർ ഈ സമയം പ്രാർത്ഥിക്കും. ജൂലിയ മോളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, മഹത്വമുള്ള സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീത നിമിഷത്തിനായിട്ട് സ്തോത്രം. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് യോർദാൻ നദിയിൽ സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ ഇറങ്ങി സ്നാനമേൽക്കുകയും ലോകത്തിനെല്ലാം മാതൃകയാക്കി കാണിച്ചു കൊടുക്കുകയും കൽപ്പന നൽകുകയും ചെയ്ത പ്രകാരം ഇന്ന് ഈ ജലത്തിൽ അവിടുത്തെ സാക്ഷീകരിക്കുവാൻ പോകുന്ന പ്രിയ ജൂലിയ മോളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗത്തിന്റെ കണ്ണും കാതും അവളുടെ മേൽ നീട്ടി അവളെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്ന തിരുവചനത്തിനായി സ്തോത്രം. അവിടത്തോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി, അവിടത്തോടുള്ള അനുസരണത്തിന്റെ പ്രതീകമായി, അവിടത്തോട് ചേരുവാനായി അവള് ഇന്ന് ജലത്തിൽ അങ്ങയെ സാക്ഷീകരിക്കുമ്പോൾ കർത്താവെ അതിന്മേൽ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും നൽകണം. അവിടുത്തെ ശുശ്രൂഷ നിർവഹിക്കുവാൻ അങ്ങയുടെ ദാസനെ സഹായിക്കണം. തുടർന്നുള്ള ജീവിതത്തെ ഏറ്റവും ധന്യവും അനുഗ്രഹപൂർണവുമാക്കണം. പ്രിയ പൈതലിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന രക്ഷിതാവായ യേശു ക്രിസ്തു മുഖാന്തരം കേൾക്കണം. സ്വർഗീയ പിതാവേ. ജൂലിയ
2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു ജൂലിയയുടെ പാപത്തിന്റെ മോചനത്തിനായി മനുഷ്യനായി ഭൂമിയിൽ വന്നുവെന്നും ജൂലിയയ്ക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്നും താമസമിന തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ യേശു വീണ്ടും വരുമെന്നും ജൂലിയ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുമെന്ന ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശ്രീ ജൂലിയയെ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. സോദരരെ വരുവിൻ, യേശുവിൻ സ്നേഹമുള്ള സോദരരെ വരുവിൻ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവിൻ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവിൻ. ആശിഷിനെ ദൈവകരങ്ങളിൽ മരങ്ങളിപ്പിച്ചുകൊണ്ട് ഷൈജൻ പോൾ ബ്രദർ പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ നല്ല നാട്ട് ദൈവമേ, മനോഹരമായ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്ന ഈ മനോഹരമായ ശുശ്രൂഷക്കാട് ഞങ്ങൾ ഓർത്തുപോലെ അനേകം പേര് ലോകത്തിന്റെ ഭാഗങ്ങളിൽ പോകുമ്പോൾ കർത്താവിന്റെ മകനായിട്ട് തീരുവാൻ പ്രിയ ആശിഷിന് ഭാഗ്യം കൊടുത്തു. കർത്താവ് കൽപ്പിച്ച ഏറ്റവും വലിയ കൽപ്പന അംഗീകരിക്കുവാനായിട്ട് അവന് കൊടുത്ത വലിയ താല്പര്യത്തിനാണ് ആശ്രയിക്കുന്നത്. അവന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുന്നതിന് സഹായിക്കുന്നതാണ്. കർത്താവിന്റെ കൽപ്പന അംഗീകരിച്ചവരെ അവിടുന്ന് ആദരിക്കുന്നതിനുമായിട്ട് ശ്രമിക്കുന്നു. ഭാഗമാനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവന്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിന് സഹായിക്കുന്നതാണ്. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ അവനെ സഹായിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുമ്പോഴാണ് കർത്താവെ ശുശ്രൂഷകന്മാരെ സഹായത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനാണ് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും ക്രിസ്തുയേശുവിന്റെ നാമം സമർപ്പിക്കുന്ന പിതാവെ സ്വീകരിക്കുമാറാകണമേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആശിഷിന്റെ പാപത്തിന്റെ മോചനത്തിനായി കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്ന് ആശിഷിന് വേണ്ടി ആശിഷ് അനുഭവിക്കേണ്ട സകല ശിക്ഷകളെയും ഏറ്റെടുത്തു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്നും തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുക യേശു വീണ്ടും വരുമെന്നും ആശിഷ് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിനെന്ന ദൈവത്തിന്റെ കൽപ്പന പ്രകാരവും പ്രിയ മകന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശിഷിനെ ജലത്തിൽ സ്നാനപ്പെടുത്തും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ ജീവകിരീടം പ്രാർത്ഥിക്കും. തന്നോടു സോദരരെ വരുവിൻ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവിൻ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവിൻ. ഏബലിനെ ദൈവകരങ്ങളിൽ വരവേൽപ്പിച്ചുകൊണ്ട് കൊടകിൽ നിന്ന് വന്ന പ്രിയ ജയിച്ചാൽ അപ്പച്ചി സമയം പ്രാർത്ഥിക്കും. അവിടുത്തെ പരിശുദ്ധമായ നാമത്തിനായി കർത്താവെ രക്ഷിക്കപ്പെടുന്നതിനെ അവിടെ ചേർത്തുകൊള്ളുന്ന ആ വലിയ വാക്തത്വ പ്രകാരം കർത്താവെ തൻ്റെ മകൻ അവിടെ നിന്ന് തന്നെ രക്ഷിതാവായി സ്വീകരിച്ചു. വീണ്ടും കർത്താവെ ജലസ്ഥാനത്താൻ അവിടുന്ന് സാക്ഷീകരിക്കുന്ന പ്രകാരം കർത്താവെ തൻ്റെ മകനെ അവിടുന്ന് പുതിയവൻ കർത്താവെ അവിടുന്ന് വിളിച്ചു വേർതിരിച്ചു. ഈ മകനെ കർത്താവെ സാക്ഷീകരിക്കുവാൻ അവിടുന്ന് കൊടുത്ത ആ വലിയ കർമ്മക്കായി നിന്റെ കൃപ എത്ര വലുതാണെന്ന് കൃത്യമാണ് ലേഖകർക്ക് ഈ സത്യം പറവായിരിക്കുമ്പോൾ കർത്താവെ വെളിച്ചമായി കർത്താവെ അവിടുന്ന് താൻ ഭൂമിയിലേക്ക് താനിറങ്ങി വന്ന് ഞങ്ങളെ പരിഹാരം ചെയ്യുക. കർത്താവ് വീണ്ടും തൻ്റെ മകനെ അവിടുന്ന് വിളിച്ചു വേർതിരിച്ച് അവിടുന്ന് കർത്താവെ തൻ്റെ മകനെ സാക്ഷീകരിക്കുവാൻ അവിടുന്ന് കൊടുത്ത വലിയ സാവകാശത്തിനായി കർത്താവെ പ്രിയമകനെയും മകന് കൊടുത്ത ആ വലിയ കരുണയെയും സ്ഥാനപ്പെടുത്തുവാൻ പ്രിയ പിതാവിനെ തന്നെ അവിടുന്ന് ഭാഗ്യം കൊടുത്ത വലിയ കരുണക്കായി ഞങ്ങൾ ഞങ്ങളുടെ സ്തോത്രം ചെയ്യാൻ കർത്താവെ പ്രിയമകൻ്റെ ജീവിതത്തിൽ കർത്താവെ തങ്ങളുടെ സാക്ഷിയായി നിലനിൽപ്പാനും മരണവരെയും വിശ്വത്തോടെ സാക്ഷിയിൽപ്പാനും കർത്താവിനെ കൊടുക്കണം. കർത്താവെ അവിടുന്ന് സാക്ഷിയായി നിലനിൽക്കുന്ന ദേശത്തിനും സഭക്കും ഉത്തമവും കൂട്ടായി നിലനിൽപ്പാൻ വേണമെന്നൊക്കെ കൊടുക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകരനായി നന്ദി പറയുന്നു. നാമത്തിൽ തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏബലിന്റെ പാപത്തിന്റെ മോചനത്തിനായി കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നുവെന്നും ഏബലിന് വേണ്ടി ഏബലിന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നുവെന്നും താമസമില്ല തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ യേശു വീണ്ടും വരുമെന്നും ഏബൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുമെന്ന ദൈവത്തിന്റെ
പ്രകാരം പ്രിയമകന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ഏതിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ജീവകിരീടം പ്രാപിക്കും. ഒന്നാം മനുഷ്യൻ ദേവജാതൻ യോർദാൻ നദിക്കരയിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുമ്പോൾ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ജോയ്സിയെ ദൈവകരങ്ങളിൽ വരവേൽപ്പിച്ചുകൊണ്ട് പ്രണേഷ് ബ്രദർ പ്രാർത്ഥിക്കും. കരുണയുള്ള പ്രിയ പിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനെ ക്രൂശിൽ അർപ്പിച്ച് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അവിടുത്തെ പ്രസാദം തോന്നിയതോർത്ത് സ്തോത്രം. കൃപയുടെ സുവിശേഷം കേൾക്കുവാനും പ്രിയ ജോയ്സിക്ക് അങ്ങേ ഹൃദയത്തിൽ സ്വീകരിക്കാനും അവിടുന്ന് ഇടയാക്കിയതോർത്ത് സ്തോത്രം. അവിടുത്തെ വചനം പഠിപ്പിക്കുവാൻ സ്ഥലം സഭയും അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഇന്ന് ജോയ്സി ജലത്തിൽ അങ്ങേ സാക്ഷീകരിക്കുവാനായിട്ട് പോകുന്നല്ലോ. അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് അവിടുന്ന് സഹായിക്കുവാനാകണം. അവിടുന്ന് ധാരാളം അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകണം. അവിടുത്തെ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിച്ച് അവിടുത്തോട് ചേർന്ന് നിന്ന് കർത്താവെ അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണം. ലോകത്തിന്റെ മാലിന്യം പറ്റാതെ വണ്ണം സൂക്ഷിച്ച് ജീവിക്കാൻ അവിടുന്ന് ആവശ്യമായ കൃപകളെ അവിടുന്ന് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ സഹായമുള്ളവർക്ക് സ്തോത്രം. ധാരാളമായ സ്വർഗീയ നന്മകളെ അവിടുന്ന് നൽകുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിർണായകമായ തീരുമാനങ്ങളൊക്കെ അങ്ങിൽ ആശ്രയിച്ച് എടുക്കുവാൻ സ്ഥലസഭയ്ക്കും കുടുംബത്തിനും ദേശത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കുമാറാകണമേ. ഒരിക്കൽ കൂടെ പ്രിയ ജോസ് മകളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജോയ്സിയുടെ പാപത്തിന്റെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്ന് ജോയ്സിയുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് ജോയ്സിക്കായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് താമസമിന തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ യേശു വീണ്ടും വരുമെന്ന് ഈ ജോയ്സി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുമെന്ന ദൈവത്തിന്റെ കൽപ്പന പ്രകാരവും പ്രിയ മകളുടെ ഏറ്റുപറച്ചിലിന്റെയും അടിസ്ഥാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയമകളെ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക. ജീവകിരീടം പ്രാപിക്കും. യോർദാൻ നദിക്കരയിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവിൻ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവിൻ. ദേവയെ ദൈവകരങ്ങളിൽ വരവേൽപ്പിച്ചുകൊണ്ട് മീന്തുള്ളിയിൽ നിന്ന് വന്ന ജെയിംസ് ഓരൻ പ്രാർത്ഥിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ദേവയുടെ പാപത്തിന്റെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്ന് ദേവയുടെ പാപമോചനത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് താമസമില്ല തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ യേശു വീണ്ടും വരുമെന്ന് ദേവ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിനെന്ന ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പ്രിയ മകളുടെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദേവയെ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക. ജീവകിരീടം പ്രാപിക്കും. യേശു നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.